ഹലോ ഗൈസ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വർത്താനം? അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ലോഡൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ചിക്കനൊക്കെ കഴുകി അതിലോട്ട് ഉപ്പ്, കുരുമുളക് പൊടിച്ചത്, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊരു മുട്ട പൊട്ടിച്ചിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവർ പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മസാല കൂട്ടി വെച്ച ചിക്കൻ അതിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ അതിവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മളതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു അമൂലിൻ്റെ ചീസ് എടുത്തിട്ട് അത് ഇതിലോട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുക, കുരുമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് കുറുകി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ കുറുക്കി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനിയുള്ള പണി നമ്മുടെ ലോഡൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാം. ഒരു ബൗൾ എടുത്തിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ ചുറ്റുഭാഗത്തു കൂടെയും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ക്രീമും ഇതിൻ്റെ മുകളിൽ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കൂടെ കെച്ചപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തൂം ഉണ്ടാക്കിയിട്ടുണ്ടേനു അതും ഇതിൻ്റെ മുകളിൽ കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്ത് നമ്മൾ ചീസും ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്രീമും ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഒരു ലേസ് എടുത്തിട്ട് നമുക്ക് അത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പം നമ്മുടെ ലോഡൽ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഗൈസ് നമ്മുടെ ലോഡൽ ഫ്രഞ്ച് ഫ്രൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ലോഡൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.